സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ B2B ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ പ്രധാനമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ക്ലയന്റിനെ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ക്ലയന്റിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത്. അവരുടെ പ്രോഡക്റ്റിന്റെ സാധ്യത, അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി, എന്തെല്ലാം കണ്ടന്റുകളാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലാണ് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നമ്മെ സഹായിക്കുന്ന ജനറേറ്റീവ് AI ടൂളാണ് ChatGPT. ChatGPTയുടെ സഹായത്തോടെ നമുക്ക് എങ്ങനെയാണ് ക്ലയന്റിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ ChatGPTയുടെ സഹായത്തോടെ എൻ്റെ ക്ലയന്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്റർവ്യൂവിന് പോകുന്ന സ്റ്റുഡൻസിനും ഇത് ഉപകാരപ്രദമായിരിക്കും. ക്ലയന്റിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലയന്റിന് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാനും അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാനും സാധിക്കും. ഇവിടെ എൻ്റെ ക്ലയന്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻട്രി ആപ്പാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോംപ്റ്റാണ് ഞാൻ നൽകിയത്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു ആൻസറാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കേരള PSC എക്സാം ഉണ്ട്, ഗേറ്റ് എക്സാം ഉണ്ട്, ബാങ്ക് എക്സാം കോച്ചിങ് ഉണ്ട്. അവർ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ റെക്കമെൻഡേഷൻസ്, ChatGPT തരുന്ന റെക്കമെൻഡേഷൻസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വിശദീകരിച്ചിട്ടുള്ള ഒരു ആൻസറാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ക്ലയൻസ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് FB ആഡ് ലൈബ്രറി ഉപയോഗിക്കാം. അവർ നൽകിയ ഓഫറുകളെക്കുറിച്ചും മാത്രമല്ല എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടാണ് അവർ ആഡുകൾ റൺ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതിനും നമുക്ക് FB ആഡ് ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് മലയാളത്തിലുള്ള ആഡുകൾ സ്പെഷ്യലായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി കോമ്പറ്റീറ്റർ അനാലിസിസിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്ററിനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അവർ എന്തെല്ലാം സ്ട്രാറ്റജീസാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, എന്തെല്ലാം കണ്ടന്റുകളാണ് അവർ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്കും നടപ്പിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ കോമ്പറ്റീറ്റർ അനാലിസിസിന് വേണ്ടി എടുത്തിരിക്കുന്നത് സൈലം ആപ്പാണ്. എൻട്രി ആപ്പിൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ് സൈലം ആപ്പ്. സൈലം ആപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ റിസൾട്ടിൽ അവരെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ടന്റ് സ്ട്രാറ്റജി, എൻഗേജ്മെന്റ് ടാക്ടിക്സ്, ആഡ് ക്യാമ്പയിൻസ്, ഫോളോവർ ഗ്രോത്ത്, അവരുടെ വീക്ക്നെസ്സിനെ കുറിച്ചും എൻട്രി ആപ്പുമായിട്ടുള്ള അവരുടെ കമ്പാരിസൺ, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലുള്ള കമ്പാരിസണും നമുക്ക് എന്തെല്ലാം ആക്ഷനുകൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്താൻ പറ്റിയ മറ്റൊരു ടൂളാണ് FB ആഡ് ലൈബ്രറി. ഇവിടെ ഏതെല്ലാം തരം ആഡുകളാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് റൺ ചെയ്യുന്നതെന്നും എത്ര നാളായിട്ട് റൺ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കണ്ടന്റ് സ്ട്രാറ്റജി ഇതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അവരുടെ ഓഫറുകളെക്കുറിച്ചും അവർ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആഡുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ 6 മാസമായി റൺ ചെയ്യുന്ന ആഡുകൾ എടുക്കുക. അതിൽ കൂടുതൽ കാലമായി റൺ ചെയ്യുന്ന ആഡുകളായിരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ നന്ദി. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.